ഈ സമയത്ത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കടന്നു വരാനുള്ള സാധ്യത ഏറെയാണ്. പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ കാരണം, ശരീരത്തിൽ വെള്ളം നഷ്ടപ്പെടുന്നത് കാരണം പാനിക് അറ്റാക്സ് വരാനുള്ള സാധ്യത ഏറെയാണ്. അതായത് അനിയന്ത്രിതമായിട്ട് പെട്ടെന്ന് ഉത്കണ്ഠാകുലരാകുക, നെഞ്ചിടിക്കുന്നത് പോലെ തോന്നുക, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുക, ജീവൻ നഷ്ടപ്പെടുന്നത് പോലെയൊക്കെ തോന്നുക, അത് കുറച്ചധിക സമയം നിൽക്കുക, തൽഫലമായിട്ട് ആങ്സൈറ്റിയുടെ തോത് കൂടുക, ഇതൊക്കെയും തന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരാറുള്ളതാണ്. ഇത് മാത്രമല്ല, സ്വയം ഹനിക്കാനുള്ള ഒരു വ്യഗ്രത, സൂയിസൈഡൽ റിസ്ക് ഒക്കെയും തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഉഷ്ണം കൂടുന്നതനുസരിച്ച് റിസ്ക് കൂടാനുമുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ആർക്കൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺസ്, അതായത് പ്രായമായവരിലും കുട്ടികളിലും അതേപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ മുൻകാല ചരിത്രമുള്ളവർക്കും ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മുൻകാല ചരിത്രത്തിലുള്ളവർ പ്രത്യേകം ടേക്ക് കെയർ ചെയ്യേണ്ടതും ആവശ്യമാണ്. പ്രത്യേകിച്ചും ഉറങ്ങാതെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂഡ് വേരിയേഷൻസ് ഒക്കെയും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടതും സേവനം തേടേണ്ടതും ആവശ്യമാണ്.